ചേട്ടൻ പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോ അനിയൻ ലൊക്കേഷനിൽ വന്നില്ലെങ്കിൽ നാട്ടുകാർ പറയും അസൂയാണ്. അത് ശരിയാ സാർ. നമസ്കാരം. ഞാൻ വന്നൊരു ഡിസ്റ്റർബൻസ് ഒന്നും ആയില്ലല്ലോ. ഒരിക്കലില്ല, ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അല്ല, ചേട്ടന്റെ പടത്തിന്റെ ലൊക്കേഷനൊക്കെ ഒന്ന് കണ്ടിരിക്കാന്ന് വിചാരിച്ചു. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഒന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാ. പേര് പറഞ്ഞില്ല. എന്റെ പേര് ദിണ്ടുക്കൽ രമേശ്. അറിയാം. അല്ല, ഈ ദിണ്ടുക്കൽ രമേശ്, ഈ ദിണ്ടുക്കൽ എന്നുള്ള പേര് ദിണ്ടുക്കൽ രമേശ് എല്ലാരും ചോദിക്കാറുണ്ട്. ഒരു മലയാളിക്ക് ഒരു മലയാളിക്ക് എങ്ങനെ ദിണ്ടുക്കൽ രമേശ് പേര് വന്നത്? സത്യം പറഞ്ഞാ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ സിനിമാ രംഗത്തേക്ക് കടന്നു വരേണ്ട ആളാ. അതെങ്ങനെ? ചേട്ടന്റെ ബിസിനസ് ഇവിടെ ആയിരുന്നു. ചേട്ടൻ ഇവിടെ ഈ കൊപ്ര റബ്ബർ ഒക്കെ ആയിട്ട് ഇവിടെ കൂടി. ഞാൻ യഥാർത്ഥത്തില് ചെന്നൈയിലേക്ക് പോകാൻ ട്രെയിൻ കയറിയതാ. എന്നിട്ട് ദിണ്ടുക്കൽ വെച്ച് ചേട്ടൻ പിടിച്ചിറക്കി. ചെന്നൈ പോണ ദിണ്ടുക്കൽ വഴിയാണോ? ദിണ്ടുക്കൽ വഴിയാ. അപ്പൊ ദിണ്ടുക്കൽ വെച്ച് വിളിച്ചിറക്കി. എന്നിട്ട് പറഞ്ഞു, ഇത് എവിടെ പോണ്ട? ഞാൻ പറഞ്ഞു, ചേട്ടാ ചെന്നൈയിൽ പോകും. എന്തിനു പോന്നു? സിനിമയില് അവിടെ അഭിനയിക്കാമെന്ന് ഉറപ്പുണ്ടോ? ഞാൻ ആ പടം ഒരു ഉറപ്പുമില്ല. പക്ഷെ നിങ്ങൾക്ക് അഭിനയിക്കാൻ കേട്ടോ, നല്ല ഫിഗറങ്ങള് അല്ലേ? കലയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത. എങ്ങനെയാണെങ്കിലും കറങ്ങി തിരിഞ്ഞ് അത് അവിടെ കൊണ്ട് ചേട്ടനാണെങ്കിൽ അന്ന് കലാസമിതിയുടെ ഒരു പ്രവർത്തനത്തിലും ഇല്ല. പിന്നെ ഞാൻ നാടകത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഗാനമേള എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു. ചേട്ടൻ ആ സമയത്ത് ചീട്ടുകളിയായിരുന്നു. ഒരു ഒന്നിനും അതൊക്കെ ഉണ്ട്. ഒരു താല്പര്യമില്ലാത്ത ആള് പുള്ളി പ്രൊഡ്യൂസ് ചെയ്തു. ഞാൻ നോക്കണേ. അപ്പൊ എനിക്കൊരു വാശി, ചെറുതായിട്ടൊരു വാശിയുണ്ട്. അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ അന്ന് ട്രെയിനിൽ നിന്ന് എന്നെ പിടിച്ചിറക്കി. ഇല്ലെങ്കിൽ ഞാൻ മോഹൻലാലോ മമ്മൂട്ടി ഒന്നും ആവുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ആവില്ലായിരുന്നു. തീർച്ചയായിട്ടും അതിനുള്ള അവസരം ചേട്ടനാണ് കളഞ്ഞത്. അപ്പൊ ഞാൻ സാർ ഇപ്പൊ ഇവിടെ വന്ന് തന്നെ ഞങ്ങൾക്കൊരു ചിലപ്പോൾ ഞങ്ങൾ അടുത്ത പടം പ്രൊഡ്യൂസ് ചെയ്ത് സാറായിരിക്കും അല്ലേ? അതെ. ഈ ദിണ്ടുക്കലിലെ പാല് കച്ചവടം ഉണ്ട്, നല്ല രീതിയിൽ ഡയറി, നല്ല സ്കോപ്പല്ലേ പാലിന്. പിന്നെ മസാലപ്പൊടി, സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം സൂപ്പറായിട്ട് പോകുന്നുണ്ട്. എന്നാൽ പോലും എൻ്റെ മനസ്സ് ആ മില്ലിൽ കിടന്ന് ഇങ്ങനെ മുളക് പൊടിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സ് മുഴുവൻ സിനിമയിലോട്ടാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ മോഹൻലാൽ ഫാനാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു അംബിഷൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടനെ വെച്ച് ഞാൻ ഒരു പടം എടുക്കും. എടുക്കണമെന്ന് പറഞ്ഞില്ലേ? മോഹൻലാലിന് പറ്റിയ 1-2 സബ്ജക്ട് എൻ്റെ കയ്യിലുണ്ട്, ഇറങ്ങി നമുക്ക് നോക്കാം. നിങ്ങളുടെ സബ്ജക്ട് നോക്കാം, പക്ഷെ ലാലേട്ടനെ വെച്ച് 1-2 സബ്ജക്ട് ഞാൻ ഒന്ന് പറയട്ടെ. സബ്ജക്ട് ഉണ്ടല്ലേ? അതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അതായത് ഞാൻ പറയാം, ഞാൻ പറഞ്ഞൊരു കാട്ടിലെ ആന വലിയ ശല്യം എന്ന് പറഞ്ഞാൽ കൊല വിളിച്ച് ആന മതിച്ച് നടക്കുന്ന ഒരു ആന. ഇതാണ് പടം തുടങ്ങുമ്പോൾ വളരെ ഭീകര അന്തരീക്ഷത്തിലൊക്കെ ആനയുടെ സംഭവം, ആൾക്കാരെ കൊല്ലുക. അവിടുത്തെ ഒരു മൂപ്പനും ഒക്കെ ഈ ആനയെ കുറിച്ച് പറയുന്നു. പിന്നെ അങ്ങനെ ഈ കുഞ്ഞുനാളിലെ നായകന്റെ അച്ഛനെ ഈ ആന. അതിനുശേഷം ഈ മകന് ആനയോടൊരു ആനയോട് ഭയങ്കര പക. സൂപ്പർ ആയിരിക്കും അത്. നല്ല പേരുടെ ആനമുരുകൻ. സാമി ഒട്ടുമില്ല, അത് പുലിയല്ല, ഇത് ആനയല്ലേ. ക്ലൈമാക്സിൽ നമ്മൾ വില്ലനെ കൊല്ലുന്നു, ഈ ആനയും ഈ മതിച്ച് നടക്കുന്ന ഈ കാട്ടാനെ അതിനെയും കൊല്ലുക വാരിക്കുഴിയിലൊക്കെ വെച്ച്. അല്ല, ഇനിയിപ്പം പുലി മുരുകനെ പോലെ നിങ്ങൾ പറഞ്ഞ പോലെ എന്തെങ്കിലും സാമ്യം തോന്നാ? അത് പുലി ഇത്രയല്ലോ, ഇത് ആനയല്ലേ. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ജീവിയല്ലയോ ഇതിപ്പോ നിങ്ങൾക്ക് അത് ഒരു സാമ്യം പോലെ ഇല്ല, ഒരിക്കലും ഇല്ല. മറ്റേ കഥ എന്ന് പറഞ്ഞത് ഞാൻ ആലോചിക്കുന്നത് വെച്ചിരുന്നാല് ഇപ്പൊ എന്റെ അനുഭവ കഥയാണ്. ഈ ചെമ്മീൻ എന്ന് പറഞ്ഞ എന്റെ കഥയാണ്. ചെമ്മീൻ കമ്പനിയല്ല കഥ ഞാൻ പറഞ്ഞത്. അതായത് ചെമ്മീലി ചെമ്പൻ കുഞ്ഞ് പരീക്കുട്ടി പ്രേമിച്ച് കിടന്നല്ലോ. അപ്പൊ ജാതിയും മതമൊക്കെ വിട്ടേക്ക്, അതൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ അനുഭവമായിട്ട് ഇങ്ങനെ ഞാൻ ബന്ധപ്പെടുത്തുന്നു എന്ന് വെച്ചാല്, പൈസ കിട്ടിയപ്പോ എന്റെ കാമുകിയുടെ അച്ഛൻ വേറൊരുത്തനെ കെട്ടിച്ചു കൊടുത്തു. അപ്പൊ അതിന്റെ വിഷമം എനിക്കുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ചെമ്മീൻ എന്നുള്ള ആ പടം പരീക്കുട്ടിയായിട്ട് തന്നെ ആത്മഹത്യയൊന്നും വേണ്ട, എന്റെ കഥയാണെന്ന് എന്റെ കാമുകിക്കെങ്കിലും മനസ്സിലാവുന്ന തരത്തിലൊരു പടം എടുത്താൽ കൊള്ളാം.
ഒരു സബ്ജക്ട് ആലോചിക്കാന്ന് വെച്ചിരുന്നാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ലാലേട്ടന്റെ പടത്തിന്റെ രണ്ടാം ഭാഗം വേണമെങ്കിൽ ആലോചിക്കാം. ഈ ആറാം തമ്പുരാന്റെ എന്തോ ഒരു രണ്ടാം ഭാഗം അവരുടെ റൈറ്റ്സ് കിട്ടുമോ? പിന്നെന്താ 6-ാം നമ്പുരാന്റെ ഒക്കെ പിടിക്കാൻ പറ്റും. 7-ാം നമ്പുരാൻ നമുക്ക് എടുക്കാം. അതിന്റെ റൈറ്റ്സ് കിട്ടുമെങ്കിൽ നമുക്ക് എടുക്കാൻ താല്പര്യം. നരസിംഹത്തിന് രണ്ടാം ഭാഗം വേണമെങ്കിൽ എടുക്കാൻ താല്പര്യം. നരസിംഹം 2-ാം ഭാഗം അത് നരച്ചു പോയില്ലേ, ഇനി പിടിക്കട്ടെ. അല്ല ഇന്ദുചൂടൻ ഇന്ദുചൂടന്റെ രണ്ടാം ഭാഗം കൊടുക്കാൻ പറ്റും. അത് ഗംഭീരമായിരിക്കും. ആണോ? എനിക്ക് ലാലേട്ടനെ വെച്ച് പടം എടുക്കണം. അതിന് നിങ്ങളുടെ ഒരു സഹായം വേണം. അത് പറയാനാണ് മെയിനായിട്ട് ഞാൻ വന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഏത് ടൈപ്പ് സബ്ജക്റ്റാണ് ലാലേട്ടന് ഇപ്പോൾ ഇഷ്ടം? ഫാമിലി സബ്ജക്റ്റ് ആണ് ഇപ്പൊ കൂടുതലായിട്ട് എടുക്കുന്നത്. ഒരു സംഭവം എടുക്കാം. ഫാമിലി സബ്ജക്റ്റ് 2-3 ഉണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ഷൂട്ടിംഗ് ഒക്കെ ഒന്ന് കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷൂട്ടിംഗ് ഒന്ന് കാണാനുള്ള സംവിധാനം ഉണ്ടാകും. എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ ഞാനിവിടെ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, എൻ്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ അത്യാഗ്രഹമാണെങ്കിൽ നിങ്ങൾ തുറന്ന് പറയണം. ഇല്ല സാറ് തുറന്നു പറ. അല്ല, അതായത് എനിക്ക് ഈ ബാഹുബലി മോഹൻലാലിനെ വെച്ചൊന്ന് റീമേക്ക് ചെയ്താൽ കൂടാന്നുണ്ട് മലയാളത്തിൽ. ബാഹുബലി ആ പ്രഭാസ് എന്ന് പറഞ്ഞ നടനില്ലേ, തെലുങ്ക് നടനല്ലേ, അത് മലയാളത്തിൽ നമ്മുടെ ലാലേട്ടനെ വെച്ചെടുത്താൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ സത്യസന്ധത അത് ചെയ്യാൻ പറ്റും സാർ. കാരണം മലയാളത്തിൽ നിങ്ങൾക്ക് വേറൊരു സംഭവം, മല്ലിപ്പൊടിക്കാരന് ഈ കാശൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അത് നിങ്ങൾ വിട്ടേക്ക്. അല്ല സാർ, എന്റെ ഇതുവരെയുള്ള അധ്വാനിച്ച മുഴുവൻ കാശ് ഞാൻ അല്ല സാർ, ബാഹുബലി പോലത്തെ ഒരു ചിത്രം മലയാളത്തിൽ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ലാലേട്ടൻ തന്നെയാണ്. സാർ പറഞ്ഞ കറക്റ്റ്. പക്ഷെ ബാഹുബലി മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അല്ലേ അല്ലേ ആണ്. പക്ഷെ അത് ജനങ്ങൾ എത്രത്തോളം കണ്ട്, അതാണ് പ്രശ്നം. മലയാളത്തിലെ ലാലേട്ടനെ വെച്ചെടുക്കുമ്പോൾ അതിന്റെ ഒരു ഡ്രോ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ പിന്നെ അതിൻ്റെതായ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. മാറ്റങ്ങൾ വരുത്തുന്ന നമുക്ക് ആലോചിക്കാം. ഗ്രാഫിക്സ് ഒക്കെ വെച്ച് ലാലേട്ടൻ ഇത് സംഭവങ്ങൾ ആദ്യം ഇങ്ങനെ വിഗ്രഹമൊക്കെ എടുത്തു വരുന്ന മനസ്സിലൊന്ന് സങ്കല്പിച്ച് ആ ശിവലിംഗവും പിടിച്ചോണ്ട് ലാലേട്ടൻ വരുന്ന ഒരു സംഭവം ഒന്ന് ആലോചിക്കും. എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഒരു വിഷയം ഒന്ന് ആലോചിച്ചു. ലാലേട്ടൻ വരുന്നു. അത് MGS കൊണ്ട് പാടിക അല്ലേ ആ പാട്ടിൽ ആരെ വെട്ടുവാണെങ്കിൽ നമുക്ക് പാടിക്കാം. ശ്രീകുട്ടനായിരിക്കും കുറച്ചുകൂടെ കറക്റ്റായിട്ട്. കട്ടപ്പ എന്തിന് ലാലേട്ടനെ കുത്തി? കട്ടപ്പേട്ട നമുക്ക് രഞ്ജി പണിക്കർ സാറിനെ വിളിക്കല്ലേ? രഞ്ജി പണിക്കരാണോ കട്ടപ്പേട്ട? എനിക്ക് രഞ്ജി പണിക്കർ സാറല്ല വേണ്ടേ. ലാൽ സാർ, ലാൽ സാർ, ലാൽ സാർ ഓക്കെ ആണ്. നമുക്ക് വരുമോ? വലിയതായിട്ട് അഭിനയിക്കത്തില്ല പാടാം. മാത്രമല്ല ക്ലാഷ് ഫാൻസുകാരുടെ പിന്നെ ഫാൻസ് ഭയങ്കര പ്രശ്നം. രണ്ടൊരു ഈക്വൽ ആണെങ്കിൽ ഈ ഹരീഷ് ഫ്രണ്ട്സ് പോലെയൊക്കെ വല്ലതാണെങ്കിൽ ഈ കട്ടപ്പനന്റെ വേഷം നമുക്ക് ജഗദീശനെ കൊണ്ട് ചെയ്യിച്ചാലോ? ജഗദീഷ് പറ്റില്ല, പുള്ളിയുടെ കയ്യിൽ നിൽക്കില്ല. മണ്ടത്തരം പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിരുന്നാല് നമുക്ക് ഈ മഹാഭാരതം എടുക്കുമ്പോ ലാലേട്ടന് ഏത് റോൾ കൊടുക്കും? മഹാഭാരതം ഒന്നുകിൽ കർണൻ. ഞാൻ പറയുന്നത് ഭീമൻ. ഭീമൻ എന്നൊക്കെ പറയുമ്പോ ഒരു അജാനബാഹുവായിട്ടുള്ള ഒരാൾ തന്നെ. ഭീമനായിട്ട് നമുക്ക് ലാലേട്ടന് കൊടുക്കാം, കർണനായിട്ട് മമ്മൂക്കയ്ക്ക് കൊടുക്കാം. അല്ല ഭീമനായിട്ടേ നമുക്ക് ഭീമൻ രഘുവിനെ വെച്ചാലോ? അയ്യോ വേറൊന്നും കൊണ്ടല്ല, അത് ഓക്കെ. അത് ഭീമൻ എന്നുള്ള പേരല്ലേ ഉള്ളൂ. അത് നമുക്ക് വേണ്ട. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ധർമ്മപുത്രനായിട്ട് ആരായിട്ട്? ധർമ്മപുത്രനായിട്ട് ബാബുവാനി അത് ബിജു മേനോന് കൊടുത്താൽ. ബിജു മേനോൻ ഓക്കെ. അനൂപ് മേനോനോ ബിജു മേനോനോ ധർമ്മപുത്രൻ. ഭീമനായിട്ട് ലാലേട്ടൻ. അർജുനായിട്ട് നിവിൻ പോളി എങ്ങനെ ഉണ്ടാവും? നിവിൻ പോളി എങ്ങനെ ഉണ്ടാവും? നകുലനായിട്ട് ഇനി നിവിൻ പോളിക്ക് പകരം നമുക്ക് അർജുനായിട്ട് പൃഥ്വിരാജ് ഇട്ടിട്ട് അവനെയും കൊടുക്കാം. എന്നിട്ട് നകുലനും സഹദേവനുമായിട്ട് നിവിൻ പോളിയും ദുൽഖറിനെ ഇട്ടാലോ? നകുലനായിട്ട് സുരേഷ് ഗോപി ഇട്ടാലോ? പണ്ട് നകുലൻ ചെയ്തിട്ടില്ല. അതെങ്ങനെ പൊക്കം വരുമ്പോ പിന്നെ ഈ ഇടയ്ക്ക് വീണ്ടും വന്ന് വലിയ ഇതെന്തോ അത് ശരിയാവത്തില്ല. അപ്പൊ ആ രീതിയിലൊരു കാസ്റ്റിംഗ് വെച്ച് അതങ്ങനെ ആലോചിക്കാം. ഇതൊക്കെ എന്റെ മനസ്സിലുള്ള ആലോചന. നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം എനിക്ക് രംഗത്തോട്ടൊന്ന് ഇറങ്ങാൻ. ഭീഷ്മനായിട്ട് ഇടവേള വായിച്ചെടുത്ത് കൊടുക്കാം. ഭീഷ്മരായിട്ട് ഇടവേള നിൽക്കുവോ? കയ്യിൽ പിന്നെ അല്ല, ഇതിപ്പോ ആര് ഡയറക്റ്റ് എന്താ എനിക്ക് ഡയറക്ടർ ആരാന്ന് പറഞ്ഞു കൊടുക്കാം ഇങ്ങോട്ട്. ഇത്രയൊക്കെ കാശ് അല്ല, നീ അവിടെ ഒന്ന് മാറി കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് അല്ലേ, ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ. അല്ല, ഇതൊരു വലിയ അല്ല. ഞാൻ പടം ചെയ്യാൻ ചെയ്യാറ് കേട്ടാ. നീ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട, ഞാൻ ഡയറക്റ്റ് ചെയ്യും. ഞാനൊന്ന് പറയട്ടെ, ഇത്രയൊക്കെ എല്ലാവരെയും വെച്ചൊരു പടം കിട്ടുമ്പോഴത്തേക്ക് നീയായിട്ടങ്ങ് മാറി കൊടുക്കുന്നില്ല കലയോട് കാണിക്കുന്ന സ്നേഹം.
അല്ല അല്ല അല്ല, അത് ഒന്ന് അല്ല അതിപ്പോ നിങ്ങൾ കൺഫ്യൂഷൻ തീർന്നാൽ എനിക്ക് അനുസരിച്ച് അഡ്വാൻസ് തരാം. ഞാൻ ഡയറക്റ്റ് ചെയ്തോളാം. ഞാൻ കിടിലോടെ ഡയറക്റ്റ് ചെയ്യും. ശരി, അപ്പൊ ഇതിന്റെ ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ നമുക്ക് ഉടൻ തന്നെ തുടങ്ങണം. സ്ക്രിപ്റ്റ് നമുക്ക് വേറെ ആരെങ്കിലും എഴുതിപ്പിച്ചത് കേട്ടോ. അതാണല്ലേ ഭയങ്കര സ്ക്രിപ്റ്റ് അല്ല. വേണ്ട അത് വേണ്ട, കൈ വെച്ചു. ഇതിപ്പോ ഉള്ളത് സബ്ജക്റ്റ് ആണല്ലോ, ഇനിയിപ്പോ പുതുതായിട്ടൊന്നും എഴുതണ്ട, ഇത് മഹാഭാരതം ഉള്ളതല്ലേ. എന്നാലും ഞാൻ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താം. മഹാഭാരതത്തിൽ മാറ്റമൊന്നും വരുത്തില്ല. കാതല വരുത്താൻ പറ്റില്ല. ഇത്രയും പേര് നിൽക്കുമ്പോൾ മാറ്റങ്ങൾ വരുത്താണ്ട് നിന്നെ ഒന്ന് മാറ്റാവുന്നുള്ളൊരു മാറ്റം, ഏകദേശം മാറ്റമുള്ളൂ. വേറെ മാറ്റങ്ങളൊന്നും ഞാൻ പിന്നെ എനിക്കെന്തത് അതെ അല്ല അത് വേണ്ട. ഒരു സംഭാഷണ ശൈലി നമുക്ക് എഴുതാമല്ലോ. കൊടുക്കട്ടെ, ഇക്രു പറയുകയാണെങ്കിൽ കൊടുക്കാം. അല്ല അതുമാണ് എഴുതിയാ ശരിയാവില്ലെന്ന്. മഹാഭാരതത്തിൽ എത്ര കഥാപാത്രങ്ങളുണ്ട്? അതിങ്ങനെ പെട്ടെന്ന് മഹാഭാരതം എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാനാ, കുന്തിദേവി ഉണ്ട്, പിന്നെ ഭീമൻ, അർജുനൻ, കർണൻ, സഹദേവൻ, നകുലൻ, ഭീഷ്മൻ. വേറെ ആരുമില്ല, ആരുമില്ല. വേറെ ആരുമില്ല. ദുര്യോധന എവിടെ പോയി? ദുശാസനോടെ പോയടാ, ദുര്യോധനോടെ പോയി. നമുക്ക് മഹാഭാരതത്തിൽ വായിച്ചാൽ പോരെ. കീചകൻ എവിടെ പോയി? കീചകനെ വധിച്ചല്ലോ. ഇതിനാണ് കഥ എഴുതിയത്. ശരി, നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് അതൊന്ന് എഴുതണം. നോക്കിയിട്ട് അപ്പൊ നിങ്ങളെയൊക്കെ തന്നെ ഞാൻ വയ്ക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ചേട്ടൻ പറഞ്ഞു നിങ്ങൾ എന്തോ റോൾ എനിക്ക് വെച്ചിട്ടുണ്ടല്ലോ. അതെന്താ റോള്? അതറിയാനായിട്ട് പ്രധാനമായിട്ട് വന്നത്. ബാക്കിയുള്ള കാര്യങ്ങള് ഇത് അങ്ങനെയല്ല. എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ചോദിച്ചത്. ബാക്കി എല്ലാ റോളും ഫിക്സ് ആയി. ഇനിയിപ്പോ ഒരു ഒറ്റ റോളേ ഉള്ളത്. ഒരു പ്രാധാന്യം ഇല്ല. അതിപ്പോ എങ്ങനെ വെച്ചിട്ട് കാര്യം പടത്തിനെ പറ്റിയാ പറയുന്ന പുള്ളി. നല്ല വേഷം കൊടുക്കൂ, നല്ല വേഷം എല്ലാം കൊടുത്തു. അല്ല നല്ല വേഷം കൊടുക്കൂ. ഇതിപ്പോ റോള് നായികയുടെ അച്ഛന്റെ റോളേ ഉള്ളൂ. നായികയുടെ അച്ഛൻ എന്നുള്ള നായികയുടെ ചേട്ടനാക്കി കൂടെ? ഈ അച്ഛനാണ് അച്ഛന്റെ പ്രായമില്ലല്ലോ. അല്ല, അച്ഛന്റെ ഡയലോഗ് ചേട്ടനായിട്ട് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. കാരണം ഈ നായികയുടെ കുട്ടിക്കാലത്ത് ഈ നായികയെ പ്രസവിച്ചതിന് ശേഷം ഉടൻ തന്നെ ഈ അമ്മ മരിച്ചു പോവാണ്. പിന്നെ വളർത്തുന്ന മൊത്തം ഈ അച്ഛനാണ്. അപ്പൊ എന്താ ചേട്ടൻ വളർത്താൻ പറ്റൂലല്ലോ. അല്ല, ഒരു ചേട്ടനും കൂടെ ഉണ്ടായി. ആദ്യം ചേട്ടനുള്ളപ്പോഴാണ് രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ചേട്ടനായിട്ട്, അച്ഛനായിട്ടാണെങ്കിൽ ഞാൻ മഹാഭാരതം ഒന്നും ആലോചിക്കുന്നില്ല. ചേട്ടനായിട്ട് അനിയൻ വേണോ? കുറച്ചുകൂടെ പ്രായം കുറയും. അനിയനാകുമ്പോൾ കുറച്ചുകൂടെ പ്രായം കുറയും. അച്ഛന്റെ സ്ഥാനത്ത് സംസാരിക്കാൻ. അതെ, അപ്പൊ നായികയുടെ ചേട്ടനായിട്ട് അഭിനയിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി മഹാഭാരതവും ഈ ബാഹുബലിയും ഒക്കെ ഒന്ന് ആലോചിക്കാം. ഓക്കെ, എല്ലാം ഞാൻ എന്റെ ചേട്ടൻ കാശ് മുടക്കിയല്ലോ. അതേപോലെ ഞാൻ ഇതിപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നുണ്ടാവും റോള് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രോജക്റ്റിനായിട്ട്. ഒരിക്കലും കാണുമ്പോ അതെ അങ്ങനെ ഒരിക്കലും. അപ്പൊ ചേട്ടന്റെ റോള് ഞാൻ ചേട്ടന്റെ റോൾ ചെയ്യാം. ഓക്കെ, ഡയലോഗ് ഒന്ന് പറഞ്ഞു തരണം. അതെല്ലാം ഓക്കെയാണ്. സംസാരിക്കാം. നമുക്ക്